ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ഈവൻ കുട്ടിയൊക്കെ പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റും. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി കേട്ടോ. ഇനി കൂടുതൽ പറയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഈ കോഴിമുട്ട ഞാൻ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 മതിയാവും. അങ്ങനെ അത് രണ്ടും പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. ഇനിയിപ്പം പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേൻ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണേ. പിന്നെ ആ മുട്ടൻ്റെ സ്മെല്ലും ആ ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ ഏത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കണേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇലക്ട്രിക് ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതങ്ങനെ പതഞ്ഞ് വരണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞാനിപ്പം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യോ ബട്ടറോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൊക്കോ പൗഡർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് മൈദപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂണാണ് ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഈ ഒരു ബാറ്റർ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി പാലൊഴിച്ച് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂൺ വീതം പാലൊഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കുക. പിന്നെ ഞാൻ ഒരു ദോശത്തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് പൈപ്പിംഗ് ബാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായാൽ തന്നെ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഓയിലിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കവറുണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്ത്. പിന്നെ ദോശത്തവ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക്സ് ഉണ്ടല്ലോ അതേ മോഡലിൽ ആക്കിയെടുക്കുക. ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് തന്നാലെ അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും. ഞാനിതാ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ചുറ്റിക്കൽ കഴിയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിയായിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഏത് സൈസിലും ആക്കി കൊടുക്കാം കേട്ടോ. കുഞ്ഞ് പാൻ കേക്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പൊക്കെ വരച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ അതാ മേലെ ബബിൾസ് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കഴിയുമ്പം അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം അത് ആ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ടും കുഞ്ഞു കുഞ്ഞു പാൻ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തം പാൻ കേക്ക്സും ആക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. പിന്നെ ഇതിൻ്റെ ഔട്ടർ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രീം ആക്കി കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല, കുറച്ച് അങ്ങോട്ട് എടുത്തതാണ്. ഒരു 1/4 കപ്പിൻ്റെ അടുത്തുണ്ടാവും തോന്നുന്നു. എന്നിട്ട് ആ ക്രീം ആദ്യം ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഒരു പീസ് ചോക്ലേറ്റും ഞാനിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ടും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ചോക്ലേറ്റ് നല്ല പോലെ ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇനി ഓരോ പാൻ കേക്ക്സിൻ്റെ മേലെയും ഇത് ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത പാൻ കേക്ക് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. നമ്മൾ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ലുക്കിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ക്രീമിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ബാക്കി വന്നിട്ടുള്ള ആ ചോക്ലേറ്റ് ഗനാഷ് ഞാനിതിൻ്റെ മേലെ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് ഡെക്കറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം. കുറച്ച് സമയം തണുപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്ത് കഴിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയല്ല ഉണ്ടാക്കാൻ, കുറച്ച് ഇൻഗ്രീഡിയൻസും മതിയില്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മൾക്ക് ഇപ്പം ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കുഞ്ഞ് സ്നാക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫില്ലിങ്ങുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി ഞാൻ നല്ലൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്